ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നാടത്തേനെ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ ആകുന്നങ്ങു മാറിയപ്പോൾ, സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനീശുനാഥൻ കൃപ നൽകും ജയഘോഷം മുഴക്കിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 110 സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. നീ മൽക്കീസേദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുതപിക്കുകയും ഇല്ല. നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് തന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. അവൻ വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർത്ത് കളയും. അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും. അതുകൊണ്ട് അവൻ തല ഉയർത്തും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി ചിന്തിക്കാം. ഏറ്റവും നല്ല ദൈവശാസ്ത്ര കലാശാല എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് നോക്കാം. അതിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50 അധ്യായം 4 തിരുവചനം. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ പൂർണ്ണനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയരെ, സംസാരിക്കാൻ പഠിക്കുന്നതിന് മുൻപ് നാം കേൾക്കുവാൻ അഥവാ ശ്രദ്ധിക്കുവാൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. പഠിച്ചവർ അധികമായി കേൾക്കുന്നതിനും പഠിക്കുന്നതിനും താല്പര്യപ്പെടുമ്പോൾ, പഠിക്കാത്തവർ പഠിക്കുന്നതിനോ അഥവാ ശ്രദ്ധിക്കുന്നതിനോ മനസ്സില്ലാത്തവരായിരിക്കുന്നു എന്നത് ആശ്ചര്യം തന്നെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:26-27 വാക്യങ്ങളിൽ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു. നമ്മുടെ കർത്താവിന്റെ മൃദു സ്വരം കേൾക്കേണ്ടതിന് അവൻ നമ്മുടെ ചെവികളെ തുറക്കുവാൻ നമുക്ക് യേശു കർത്താവിനോട് അപേക്ഷിക്കാം. അപ്പോൾ മാത്രമേ അവന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. രാവിലെ തോറും അവൻ എന്നെ ഉണർത്തുന്നു. ഒരു ദിവസം നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമുക്ക് കൽപ്പനകളും ഉപദേശങ്ങളും നൽകി നമുക്ക് സംഭവിക്കാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് ആ ദിവസത്തിന്റെ അതിരാവിലെയാണ്. ഞാൻ അധികാലത്തും ഇടവിടാതെയും നിങ്ങളോട് സംസാരിച്ചു എന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് വീണ്ടും വീണ്ടും പറയുന്നു. യേശു ഒരു ദിവസം മാത്രമല്ല അതിരാവിലെ എഴുന്നേറ്റത്.
അതികാലത്ത് ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് യേശു കർത്താവിന്റെ നിരന്തരമായ പരിചയമായിരുന്നു എന്ന് മാർക്കോസ് 1:35 കാണുന്നു. ദൈവത്തിന്റെ ജ്ഞാനമാകുന്ന സ്കൂളിൽ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിയും അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലം അഭ്യസിക്കാതെ ഒരു യഥാർത്ഥ വിശുദ്ധനായി പുറത്തു വരികയില്ല. ദിവസം മുഴുവനും ദീർഘദൂരം നടന്ന് ക്ഷീണിച്ച് തന്റെ പ്രവൃത്തി ചെയ്ത ശേഷം അതിരാവിലെ എഴുന്നേൽക്കുന്നത് യേശുവിന് വളരെ കഠിനമായിരുന്നിരിക്കണം. എന്നാൽ നമ്മുടെ കർത്താവ് മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതും ഇല്ല എന്ന് യെശയ്യാവ് 50:5 കാണുന്നു. ഏറ്റവും നല്ല ദൈവശാസ്ത്ര കലാശാലയിൽ നമ്മുടെ യേശു കർത്താവാകുന്ന യജമാനന്റെ കാൽ ചുവടുകളെ പിന്തുടർന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കും ആയിരിക്കാം. ദൈവവചനത്തിന്റെ മറ്റൊരു ഭാഗം നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ എന്നതിനെ കുറിച്ചാണ്. അതിനായി എബ്രായർ 4:9-10 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു എന്ന് എബ്രായർ 4:9-10 വാക്യങ്ങളിൽ കാണുന്നു. എന്താണ് ശബത്ത് അനുഭവം? എന്താണ് സ്വസ്ഥതയുടെ അനുഭവം? 6 ദിവസം വേല ചെയ്യുവാനും 7-ാം ദിവസം വേലയിൽ നിന്ന് ഒഴിഞ്ഞ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാനും സ്വസ്ഥതയോടെ ഇരിക്കുന്നതിനും യഹോവ കൽപ്പിച്ചു. യഹോവയും ഇങ്ങനെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചതായി നാം കാണുന്നു. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പുറപ്പാട് പുസ്തകം 20:11 കാണുന്നു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി എന്ന് വെളിപ്പാട് പുസ്തകം 6:11 കാണുന്നു. ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെ എന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 1:2 പരിവർത്തനത്തിന്റെ ആത്മാവ് ഉണ്ടാകണം. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് കാണുന്നു. പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. യേശുവിന്റെ ക്രൂശ് മരണ സമയത്ത് അനുതപിച്ച കള്ളനും യേശുവിന്റെ ഒറ്റ നോട്ടത്താൽ ഹൃദയം നൊന്ത് അനുതപിച്ച പത്രോസും അനുതപിച്ച പാപമോചനം നേടിയ ദാവീദും ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചവരാണ്. പരിവർത്തനം അഥവാ മാനസാന്തരം നമ്മെ സ്വസ്ഥതയിലേക്ക് നയിക്കും. അടുത്തതായി വേർപെട്ട ജീവിതത്തിലേക്ക് നാം വരേണ്ടത് ആവശ്യമാണ്. ഉൽപ്പത്തി 1:6 ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർതിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. പ്രിയരെ, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നാം ഒരു വേറിട്ട ജീവിതം നയിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് പോകാത്തവൻ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു. ഫലം കായ്ക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഫലം കായ്ക്കണമെങ്കിൽ ആഴത്തിൽ വേരൂന്നണം. വിശ്വാസം എന്ന ആഴമേറിയ വേരിനാൽ നാം വളരണം. വൃക്ഷം മുകളിലേക്ക് പടരണം. പ്രത്യാശയാണ് നമ്മെ മുകളിലേക്ക് വളർത്തുന്നത്. വൃക്ഷത്തിന് ശിഖരങ്ങൾ വേണം. നമ്മിൽ സ്നേഹമാകുന്ന ശിഖരങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഫലം കായ്ക്കും. സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കും. വെള്ളത്തിന്റെ അനുഭവം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ഉൽപ്പത്തി 1:3-4 വെളിച്ചമുള്ളവന് മാത്രമേ ദൈവത്തിന്റെ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വെളിച്ചം യേശുവാകുന്നു. കൂട്ടായ്മയുടെ അനുഭവം അടുത്തതായി നമുക്ക് ആവശ്യമാണ്. വെള്ളത്തിൽ ജലജന്തുക്കളെയും പറവകളെയും ദൈവം കൂട്ടമായി ജനിപ്പിച്ചു. ദൈവം വലിയ തിമിംഗലകളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിപ്പിച്ചു.
ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതികളെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന് ഉൽപ്പത്തി 1:21 കാണുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 2:42 കാണുന്നു. ദൈവവും മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഒരു കൂട്ടായ്മ വേണം. അങ്ങനെയുള്ള ഒരു വ്യക്തി നേരുള്ളവനാകണം. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവരെ ദൈവം നേരുള്ളവരായി സൃഷ്ടിച്ചു. എന്നാൽ പാപം ചെയ്ത് അവർ തങ്ങളെ വഷളാക്കി. ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം എങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ നാം ഉത്സാഹിക്കാം. ആയതിന് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരമായ പരിവർത്തനം ആവശ്യമാണ്. വേർപെട്ട ഒരു ജീവിതം ഉള്ളവരായി, യേശുവിനായി ഫലം കായ്ക്കുന്നവരായി, ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മിലുള്ളവരായി, കൂട്ടായ്മയുള്ളവരായി, ഹല്ലേലൂയ, നേരോടെ വസിക്കാം. അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതാണ് സ്വസ്ഥമായ നിത്യമായ ഒരു സ്വസ്ഥത. ഹല്ലേലൂയ. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവത്താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല എന്ന് വെളിപ്പാട് പുസ്തകം 21:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണും. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കർത്താവിന്റെ സ്വസ്ഥതയിലേക്ക്, ആ യേശു ആകുന്ന ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവിച്ചറിയുവാൻ, അത് എന്നേക്ക് നിലനിൽക്കുന്നതായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്ന നാഥ, ഇന്നയോളം അടിയങ്ങളെ നിർത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി, കരുണയ്ക്കായി, ദയയ്ക്കായി, കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും പിശാചിനാൽ ബന്ധിക്കപ്പെട്ട, ഹല്ലേലൂയ, പിശാചിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ച അടിയങ്ങളെ ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാനും, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പോലെ യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തന്ന ഈ മകൾ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥ. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണപ്പാ. എല്ലാവർക്കും ശാന്തതയും സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും നൽകി സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിക്കണപ്പാ. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിഞ്ഞ് നിത്യജീവനായി ഒരുങ്ങുവാൻ തക്കവണ്ണം എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണപ്പാ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. അനുഗ്രഹിക്കണമേ, മാനിക്കണം. തുടർന്ന് ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കും. കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.